ഹലോ എവരിവൺ. ഇന്നൊരു അപ്ഗ്രേഡ് ആണ് ഇൻ്റർസെപ്റ്ററിന്. എൻ്റെ സ്റ്റോക്ക് മിറർ ചേഞ്ച് ചെയ്ത് നമ്മൾ ട്രയംഫിൻ്റെ ബാർ ആൻഡ് മിറർ സ്പീഡ് 400 തന്നെ ബാർ ആൻഡ് മിററാണ് ഇന്ന് വയ്ക്കാൻ പോണത്. മിററിൻ്റെ ലുക്ക് ഒന്ന് നോക്കാം നമുക്ക്. ഇതാണ് മിറർ. 900 റുപ്പീസാണ് പെർ പീസ്. ഇതിങ്ങനെ വരും. അതിനുവേണ്ടി ഒരു ബാർ ആൻഡ് മിറർ മൗണ്ട് മേടിച്ചിട്ടുണ്ട്. ഇത് റോയൽ എൻഫീൽഡ് ജെനുവിൻ സ്പെയർ ആണ്. 600 റുപ്പീസാണ് വരുന്നത്. ഇവിടെയാണ് ശരിക്കും മിറർ വരിക. അതിനൊരു ലോങ് ത്രെഡ് ബോൾട്ടും ഉണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് നമുക്ക് ഈ മൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യണം. അതിനൊക്കെ മുമ്പ് ഈ ട്രയംഫിൻ്റെ മിററിൻ്റെ ഇവിടെ ഒരു വാഷർ വരും ടൈറ്റ് ചെയ്യാനുള്ള. പ്ലാസ്റ്റിക് ABS ആണ്. അപ്പോൾ അതിനുള്ളിൽ ഒരു ത്രെഡ് വരുന്നത് ട്രയംഫിന് വേണ്ടിയിട്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് ഇൻ്റർസെപ്റ്ററിന് സ്യൂട്ടാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് മിററിൻ്റെ കൂടെ തന്നെ ഗ്യാസ്കറ്റ് വാഷർ. അപ്പോൾ ഇത് നമ്മൾ 650യുടെ മൗണ്ട് ഇതിൽ കയറില്ല. അതിൻ്റെ ഉള്ളിൽ ആ പ്ലാസ്റ്റിക് ഗ്രൂ കട്ട് ചെയ്തെടുക്കണം. എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കയറും. അപ്പോൾ നമുക്ക് മിറർ 650യിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കലാണ് ഇനി അടുത്ത പരിപാടി. ഈ വണ്ടിക്ക് ശരിക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ ബാർ ആൻഡ് മിറർ വരും. പക്ഷെ അത് 4500 സംതിങ് എത്ര റേറ്റ്. ഇത് നമുക്ക് മൊത്തം ഒരു 2500 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങി കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് സോൾഡറിങ് അയൺ ഹീറ്റ് ചെയ്ത് അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തോണ്ടിരിക്കുക. ഫസ്റ്റ് ഗ്രൂ ഏതാണ്ട് ലെവലായിട്ടുണ്ട്. അങ്ങനെ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലത്തെ കട്ടിങ്ങുകളൊക്കെ കളഞ്ഞിട്ട്. അങ്ങനെ ബുഷൊക്കെ കട്ടിങ് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തു. ഇതാണ് ലുക്ക് വരുന്നത്. ഇൻ്റർസെപ്റ്റർ യൂസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ OEM മിറർ ഒട്ടും മാച്ചല്ല ഈ വണ്ടിക്ക്. അത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ ബെറ്റർ സൊല്യൂഷനാണ് ഈ സ്ട്രീറ്റ് 400ൻ്റെ മിറർ. ലൈറ്റ് പോയതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫൈനൽ വണ്ടി ടോട്ടൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നാളെ പകൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ട്രയംഫിൻ്റെ മിററിൻ്റെ ഫൈനൽ ലുക്ക്.